ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം വേർപ്പ് ഒരു ബോട്ടിലാക്കി വിൽക്കാൻ പോവാണ്. അതെന്റെ വേർപ്പാ. എന്റെ വേർപ്പാന്ന് അല്ല, ഇതെന്റെ വേർപ്പാ. ഇത് ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഒരു കപ്പ് ചായ ഡ്രോണിൽ വെച്ച് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുപോലെ പൈസ ഉണ്ടാക്കാനുള്ള മോസ്റ്റ് വിയേർഡ് ബിസിനസ് ട്രൈ ചെയ്യാൻ പോവാണ്. നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മീറ്റ് ശ്രീമതി അലക്സിയ ഗ്രേസ്. ഈ പുള്ളിക്കാരി സ്വന്തം വേർപ്പ് വിറ്റ് ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കുന്നത് 10 ലക്ഷം രൂപയാണ്. But 26-year-old Alexia Grace started selling her own sweat. വേർപ്പ് വിറ്റ് 10 ലക്ഷം രൂപ ഉണ്ടാക്കിയെന്ന്. ഈ ലോകം എങ്ങോട്ടോ പൊക്കോണ്ടിരിക്കുകയാണ്. ആ കൂടെ ഞാനും പോവാൻ. അപ്പൊ ഞാനും വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ വേർപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് വളരെ ഈസി ആയിരുന്നു. ഒരാൾ മേടിക്കാനും റെഡി ആയിരുന്നു. അപ്പൊ നമുക്ക് പണി തുടങ്ങാം. ഫസ്റ്റ് എന്റെ സെയിൽസ് സ്ട്രാറ്റജിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കണം. ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ട് ഒരു 50 പുഷപ്പ് എടുത്തു, പിന്നെ കുറച്ച് പുള്ളപ്പ് എടുത്തു. എന്ത് ബിസിനസ് ആണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അയ്യോ, ഞാൻ റെക്കോർഡിനൊക്കെ മറന്നുപോയി. എന്റെ സ്വന്തം വേർപ്പിന് ഞാൻ ഇട്ടിരിക്കുന്ന വില 500 രൂപയാണ്. ഇനി ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് പോയി. ചേട്ടൻ കൈ കാണിച്ചേ. കൈ കാണിക്ക്. എന്നാന്ന് പറ. കൈ ഒന്ന് കാണിക്ക്. എന്നാ ഇതൊരു പ്രീമിയം പ്രോഡക്റ്റ് ആണ്. കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. അത് ഈ റിബൺ ഊരിയുണ്ടാ. എന്നാ വീട്ടിൽ വാറ്റാൻ തുടങ്ങി. സാമ്പിളാണോ? സാമ്പിളല്ല, ഇത് വേർപ്പാ. എന്റെ വേർപ്പാന്ന്. ഇത് ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ്. അത്ര വല്ലതാണോ? അല്ലല്ല, ഇത് 100 രൂപയ്ക്ക് വിൽക്കുന്നത്. ഒരെണ്ണം മേടിക്കാതെ. മണമൊന്നുമില്ലല്ലോ. പിന്നെ വേർപ്പിന് തന്നെ മണം വരുമോ? അമേരിക്കയിലെ ഒരു ക്രിയേറ്ററിന്റെ പ്രോഡക്റ്റ് ഇത്. ആരുടെ? അലക്സിയ ഗ്രേസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അവളെ എനിക്കറിയാം. മുറുക്കൻ്റെ അടുത്താണല്ലോ വന്നത്. ഇതെന്നാന്നറിയോ? അല്ല, ഇതെന്റെ വേർപ്പാ. വേർപ്പ്. നീ ഒരു 100 രൂപയ്ക്ക് മേടിക്ക്. എടാ, ഒരു 100 തന്നാ മതിയാ. വേർപ്പിന് ഇത്രയും നല്ല മണോ? പക്ഷെ ഞാൻ അവർക്ക് കൊടുത്തത് അത്തറിന്റെ ബോട്ടിലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഇമാതിരി ചോദ്യമൊക്കെ ചോദിക്കുന്നത് ഒരു വൃത്തിയായിട്ട പരിപാടിയാണ്. അത് മാത്രമല്ല, ഇതൊരു റെസ്പെക്ട് ഇല്ലാത്ത പരിപാടി. അതുകൊണ്ട് ഇനിയാണ് റിയൽ പ്ലാൻ, ദ ഡേർട്ടി പ്ലാൻ. അതായത് ഇമാതിരി ഊള സാധനങ്ങളൊക്കെ മേടിക്കുന്ന ആൾക്കാരുള്ള സ്ഥലം എവിടെയാണെന്നറിയാമോ? സോഷ്യൽ മീഡിയ. കാരണം ഇവിടെയാണ് ആളുകൾ മാസ്ക് ഇടുന്നത്. ഈവൻ നല്ല മനുഷ്യരാണെന്ന് തോന്നുന്നവർക്കും ഇവിടെ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ഉണ്ട്. ജോലൈൻ്റെ എക്സസൈസ്. ജോലൈൻ എക്സസൈസ് ഇവിടെ. അത് ട്രെയിനിങ് ഉണ്ട്, പേഴ്സണൽ ട്രെയിനിങ്. ആ, അതെ അതെ. സ്ക്രീനിന്റെ പിന്നിൽ മനുഷ്യന്മാർ എന്ത് വൃത്തികേടും കാണിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ കമന്റ്സ്. എക്സാക്ട്ലി ഇവരാണ് എന്റെ ടാർഗറ്റ്. ഇനി ഞാൻ കുറച്ച് ആൾക്കാരെ പറ്റിക്കാൻ പോവാണ്. പക്ഷെ ആദ്യം എന്റെ ഈ ഷേപ്പ് ഒക്കെ ഒന്ന് മാറ്റണം. അതുകൊണ്ട് AI യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു ലേഡി ക്ലോൺ മോഡലിനെ ഉണ്ടാക്കി. പിന്നെ ഒരു ഫേക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഉണ്ടാക്കി. പക്ഷെ പുള്ളിക്കാരിക്ക് ഞാൻ എന്ത് പേരിടും? സ്റ്റെല്ല. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉണ്ടാക്കിയ വേർപ്പ് ഈ അക്കൗണ്ട് ത്രൂ ഒരാളെ കൊണ്ട് മേടിപ്പിക്കണം. ഓ അത് ഭയങ്കര ഈസി അല്ലേ? കാരണം നമ്മുടെ കയ്യിൽ കുറച്ച് കമന്റ്സ് ഉണ്ട്. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട കമന്റ്സ് പോസ്റ്റ് ചെയ്യുന്നവരെ അവർക്ക് ഞാൻ ഫോളോ റിക്വസ്റ്റ് കൊടുത്തു. അവരപ്പം തന്നെ അക്സെപ്റ്റും ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഫേക്ക് അക്കൗണ്ടിൽ ഓരോ ദിവസവും ഓരോ ഫോട്ടോ വെച്ച് പോസ്റ്റ് ചെയ്യും. ഓരോ ദിവസവും ഞാൻ ഓരോ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തു. എന്റെ ഓരോ പോസ്റ്റിനും ഫയർ ഇമോജീസും നല്ല നല്ല കമന്റ്സും വന്നു. ഞാൻ ഈ ചെയ്യുന്നത് ഒരു സ്കാം ആണെന്നൊക്കെ അറിയാം, പക്ഷെ നമ്മൾ ഒരിക്കലും ലൈൻ ക്രോസ് ചെയ്യത്തില്ല. ഇത് 5ാമത്തെ ദിവസമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് AI ഇമേജ് ആണെന്ന് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവോന്ന് എനിക്കറിയത്തില്ല. 6ാമത്തെ ദിവസം ഞാനൊരു സ്റ്റോറി അങ്ങ് പോസ്റ്റ് ചെയ്തു. കുറച്ച് പേര് ആ സ്റ്റോറിയൊക്കെ ഇഗ്നോർ ചെയ്തു, നല്ല കാര്യം. പക്ഷെ കുറച്ച് പേര് സ്റ്റോറി ലൈക്ക് ചെയ്തു. ഒരാൾ റിപ്ലൈ അയച്ചു, ഹൗ മച്ച്. വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും ഇങ്ങനെ ഒരു റിപ്ലൈ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് വേണമെങ്കിൽ ഇവരെ പറ്റിക്കാം, പക്ഷെ ഇനി മുന്നോട്ട് പോയാൽ ഇതൊരു റിയൽ സ്കാം ആകും. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. വെയിറ്റ്,
ഇത് മുഴുവൻ ആണുങ്ങളാണെന്ന് അസ്യൂം ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഈ സെയിം എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ തന്നെ ഒരു മെയിൽ AI മോഡലിനെ കൂടെ ഉണ്ടാക്കി. അവിടെ ഞാനൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കുറെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തു. ആൻഡ് ഫൈനൽ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ എനിക്ക് റെസ്പോൺസ് കിട്ടി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ചില മനുഷ്യന്മാർ വാൾഗറായിട്ടുള്ള ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. ഈ വീഡിയോ എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ ആരും കാണാത്തപ്പോഴുള്ള നമ്മുടെ വെർഷനെ പറ്റി തന്നെയാണ്. ഇന്ന് ഞാൻ ലോകത്ത് ഇന്നേ വരെ ആരും ചെയ്യാത്ത ഒരു ബിസിനസ് ഐഡിയ ചെയ്യാൻ പോവാണ്. ഇമാജിൻ നിങ്ങളൊരു മലയുടെ മണ്ടയ്ക്ക് നിൽക്കുകയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ചായ കുടിക്കാൻ തോന്നും. പക്ഷെ ചായക്കട അപ്പുറത്തെ മലയുടെ മണ്ടയ്ക്കാണ്. ഇവിടെയാണ് എന്റെ ബിസിനസ് സ്ട്രാറ്റജി. ഞാൻ ഈ മലയിലെ ചായക്കടയിൽ നിന്ന് ഒരു ഡ്രോൺ വെച്ച് നിങ്ങൾക്ക് ചായ ഡെലിവറി ചെയ്യും. എൻ്റെ കയ്യിൽ ഒരു പക്കാ ബിസിനസ് ഐഡിയ ഉണ്ട്. നമുക്ക് ഈ ചായ ഡ്രോണിൽ ഡെലിവറി ചെയ്താലോ? ഇപ്പൊ ആളുകൾക്ക് ഫുഡ് അല്ല ഇമ്പോർട്ടന്റ്, എക്സ്പീരിയൻസ് ആണ് ഇമ്പോർട്ടന്റ്. ഇവിടെയാണ് ഈ ഞെട്ടിക്കൽ തെറി ബിരിയാണി. ആൾക്കാർക്ക് ഇപ്പൊ ഫുഡ് കിട്ടിയാലും കുഴപ്പമില്ല, അവർക്ക് എക്സ്പീരിയൻസ് ആ വേണ്ടത്. ഇറ്റ്സ് ദ എക്സ്പീരിയൻസ്. സോ എന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം എനിക്കൊരു ഡ്രോൺ വേണം. അതെന്റെ കയ്യിലുണ്ട്. ഇനി ഡ്രോണിലേക്ക് ഒരു കപ്പ് അറ്റാച്ച് ചെയ്യണം. ഞാനൊരു എഞ്ചിനീയർ ആണ്, അതുകൊണ്ട് ഐഡിയാസ് ഒക്കെ ചറ പറ വരും. സാധാരണ എല്ലാ ഐഡിയാസും പണ്ടാരടങ്ങാറാണ് പതിവ്. പക്ഷെ ഇപ്രാവശ്യം അത് നടത്തും. ഇനിയാണ് ടെസ്റ്റിംഗ് ടൈം. നമുക്ക് തൽക്കാലം ഇത് ചായയാണെന്ന് സങ്കല്പിക്കാം. ഞാൻ കുറച്ച് വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഡ്രോൺ ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ടോ നോക്കി. അപ്പം എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചായക്കടയിൽ പോയിട്ട് അവിടുന്ന് ചായ മേടിക്കും 10 രൂപയ്ക്ക്. എന്നിട്ട് നമ്മൾ ഡ്രോൺ ഡെലിവറി ചെയ്യുന്നതിന് 40 രൂപ മേടിക്കും. അതാകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ട, ഒരു തേങ്ങ വേണ്ട, ഫുൾ പ്രോഫിറ്റ്. ഒരു ചായക്ക് 10 രൂപയാണെങ്കിൽ ഈ ഡ്രോൺ ഡെലിവറി ചെയ്യുന്നതിന് ഞാൻ 40 രൂപ മേടിക്കും. അതായത് ടോട്ടൽ ഒരു ചായക്ക് 50 രൂപ. 50 രൂപ 50 രൂപ. ഈ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന് നമ്മൾ ചായ ഉണ്ടാക്കണ്ട. നമ്മൾ ചായക്കടയിൽ പോയി ചായ മേടിച്ചിട്ട് ഡ്രോണിൽ ഡെലിവറി ചെയ്താൽ മതി. പക്ഷെ ആദ്യം എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഹലോ ഭയ്യ, അപ്പ് ലോഗ് ചായ പിയാ? ഒന്നുകൂടെ പിയാ? ओके, मेरे पास एक खूबसूरत आइडिया है. मैं आपको चाय है ना ड्रोन में डिलीवर करता हूँ. ड्रोन पता है ना? हाँ ठीक है. अभी നല്ല സ്ഥലത്ത് പോയിരിക്കാം. ഉദർ बैठ सकता है. आ जाइए, come on. അങ്ങനെ എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ സെറ്റായി. എനിക്ക് എൻ്റെ ഫസ്റ്റ് കസ്റ്റമറിനെ കിട്ടി. आपका नाम क्या है? विकास. विकास, आप किधर से? उड़ीसा. ओह, हम अलग, तू आपका अलग. आप मेरा फर्स्ट कस्टमर है. ഞാൻ അവരെ ഒരു നല്ല ആംബിയൻസ് ഉള്ള സ്ഥലത്ത് കൊണ്ടിരുത്തി. അയ്യോ, എന്തോ മറന്നില്ലോ. ഓ മൈ ഗോഡ്, എൻ്റെ കയ്യിൽ ചായ ഇല്ല. ഞാൻ അവരോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അടുത്ത ചായക്കടയിലേക്ക് പോയി. ചായ മേടിക്കാൻ ഞാൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് അല്ലല്ലോ, ഫ്ലാസ്ക്. അണ്ണാ 5 ചായ. പാലില്ലേ? അയ്യോ, അവിടെ ചെന്നപ്പോൾ പാലില്ലെന്ന്. ബിസിനസ് ഫെയിൽഡ്. ചിലപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഇവർ അറിഞ്ഞാണ്. പക്ഷെ എൻ്റെ കസ്റ്റമേഴ്സ് അവിടെ വെയിറ്റിംഗ് ആണ്. എനിക്ക് കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ട് ഞാൻ അടുത്ത ചായക്കടയിലേക്ക് പോയി. ഫൈനലി എല്ലാം സെറ്റായി. ഇറ്റ്സ് ടൈം ഫോർ ദ വർക്ക്. ഞാൻ ഫ്ലാസ്കിൽ മേടിച്ച ചായ ഈ കപ്പിലേക്ക് ഒഴിച്ചു. പൊക്കി വെച്ചു. ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മേടിച്ചത് 10 രൂപയുടെ ചായയാണ്. അത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഗ്ലാസ് ഫില്ല് ചെയ്ത്, അപ്പം നമുക്ക് പിന്നെ ലാഭമാണ്. റെഡി? പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, എൻ്റെ ഡ്രോണിന് 100 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ട് വേണം ഡെലിവറി ചെയ്യാൻ. ഡ്രോൺ ടേക്ക് ഓഫ് ചെയ്തു. എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ, ഈ ചായ അവർ തലയിൽ വീഴുമെന്നാണ്. കാരണം എനിക്ക് ഡ്രോൺ ഓടിക്കാൻ അറിയത്തില്ല. എന്നാ പിന്നെ ചായ നിനക്ക് നടന്നുകൊണ്ട് കൊടുത്താൽ പോരാ. ഒരു ചായ എടുക്കുന്നുണ്ട്, നോക്ക്.
എടുത്തോ ഒട്ടിക്കോ ടീക്കെ കാണണ എന്റെ ബിസിനസ് സക്സസ് ചായ പകുതിയും താഴെ പോയി. പകുതി ഒന്നാ പക്ഷെ വി മെയ്ഡ് ഇറ്റ്. നമ്മുടെ ഐഡിയ പവർഫുൾ ആണെങ്കിൽ, നമ്മൾ പവർഫുൾ ആണെങ്കിൽ അതെന്തായാലും നടക്കും. പിന്നെ വേറെന്തോ പറയാൻ വന്നല്ലോ. ഞാൻ രണ്ടുപേർക്ക് ഇങ്ങനെ ഡ്രോണിൽ ചായ കൊടുത്തു. ഈ ഒരു സംഭവം കണ്ടിട്ട് അവരും ഞെട്ടിപ്പോയി. കാരണം ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരനെ അവർ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇതെന്റെ ബിസിനസ്സാണ്, ഐ നീഡ് മണി. ഒരു ചായക്ക് 50 രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. പക്ഷെ ഇവര് എനിക്ക് പൈസ തരുമോന്ന് അറിയത്തില്ല. കാരണം ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർക്ക് മനസ്സിലാവുന്നില്ല. പൈസ മേടിക്കാൻ ഞാൻ ഫൈനലി ഒരു ഡ്രോണും കൂടെ സെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ചായയുടെ പൈസ മേടിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ടിപ്സ് പ്ലീസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പൈസ ഇതേലും ഒട്ടിച്ച് വിട്ടാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം. പക്ഷെ അവര് പൈസ തന്നു. എന്തൊരു നല്ല മനുഷ്യര്. 100 रुपया 100 रुपया 100 രൂപ ഡെലിവറി ചാർജ് 40, ചായക്ക് 10. ഓ ആദ്യമായിട്ടാണ് ഒരു ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാവുന്നത്. ഇവര് ഫസ്റ്റ് കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് ഞാൻ പൈസ തിരിച്ചു കൊടുത്തു. കാരണം എനിക്ക് സ്നേഹമാണ് വലുത്. സബ്സ്ക്രൈബ് सब्सक्राइब करंतु സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞു. सब्सक्राइब ചെയ്യൂ. बाय सब्सक्राइब चाहिए. मैं उड़ीसा में आएगा. ठीक है आओ. थैंक यू.